ബോക്സിംഗിന്റെ തടി കുറയ്ക്കണ വേണ്ട ഏട്ടന്റെ മുന്നേക്ക് അമ്മയോട് ഞങ്ങള് ചായ കുടിക്കാണ്ടെന്ന് വെച്ചപ്പോ വേണ്ട വേണ്ട പൈസ ഒക്കെ കൊടുക്കാൻ ആൾക്കാര് വേറെ ഉണ്ട് ഇവിടെ. അപ്പൊ പിന്നെ നമ്മള് വെക്കണം. ശിവേട്ടനൊന്നല്ല, ശിവേട്ടൻ ഉണ്ടായിപ്പ്. നമുക്ക് പോകാം, ചായ കുടിക്കാം, ഉല്ലസിക്കാം. അയ്യോ നമ്മടെ ആദ്യമൊക്കെ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ പോണ സമയത്ത് ചായ കുടിക്കണ്ടെന്ന് വെച്ചാൽ ഞാനൊന്നും ഇല്ല, ഈ നേരത്തെ ചായ കുടിക്കാന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഒരിക്കൽ ഇവിടെ ഫാമിലി എല്ലാരും കൂടിയിട്ട് കൊണ്ടുപോയി. അതിനുശേഷമല്ല പിന്നെ പുള്ളി പറയണ് വെറുതെ എല്ലാ രാത്രിയാകുമ്പോ കുടുംബത്ത് കയറാത്ത എല്ലാറ്റും അതിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ആൾക്കാർ ഇഷ്ടായി. മുന്നേ എപ്പോഴും വീടിന്റെ ഉള്ളിക്ക് എവിടേക്ക് ചോദിച്ചാലും ഞാൻ ഇല്ല പറയും. അപ്പൊ നിങ്ങള് ദുബായിക്കൊക്കെ വന്നാലോ? അവിടെ എന്ത് തണുപ്പാ ഇങ്ങനത്തെ ഇവിടെ തണുക്കുണ്ടാക്കിട്ടാ. അവിടെ ജാതി തണുവാ. അങ്ങനെ വെച്ചാ ഇവിടത്തെ തണുവിനെ അപേക്ഷിച്ച് നോക്കുക. അല്ലാത്ത പക്ഷം കുഴപ്പമില്ല. അവിടെ അങ്ങനത്തെ മഴ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മഴയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലത്തൊക്കെ ഒരു മഴ അവിടെ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളപ്പൊക്കമായി, പ്രളയമായി, പ്രശ്നങ്ങളായി. അവിടെ ആ ചെറിയ മഴ പെയ്യുമ്പോഴേക്കും അവര് എന്തോരം സജ്ജീകരണങ്ങൾ ഉണ്ടാവും വെച്ചിട്ടാ. വെള്ളം സക്ക് ചെയ്തെടുക്കണ മെഷീൻസ് വരും, റോഡുകൾ പലതും ക്ലോസ് ആക്കി അതൊക്കെ അറേഞ്ച് ചെയ്യും. എന്നുള്ള പണികളാവുക. ഞങ്ങള് ഇങ്ങോട്ട് വരുന്നേക്കാളും ഒരു ആഴ്ച മുൻപൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ മറ്റേ ഇതൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒക്കെ രസമായി. പക്ഷെ മഴ പെയ്തപ്പോ അവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ. എന്നുവെച്ചാ നമ്മുടെ നാട്ടിൽ തന്നെ ആ ഒരു മൂടിക്കെട്ടിട്ടുള്ള ക്ലൈമറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരില്ലേ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. കടിയില്ലാണ്ട് എങ്ങനെയാടാ ചായ കുടിക്കാന്ന്? ഇവനെ ഏതവരെ എന്നെ അടുത്തേക്ക് റെഡിയാക്ക. അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് അമ്മ പിന്നെ അത് ഫുഡ് വന്നിട്ട് നോട്ടൊന്നുമില്ല. കിട്ടാണ്ടൊന്നും ശിവേട്ടൻ വരില്ല. ശിവേട്ട അതൊക്കെ കയറ്റി മഞ്ജുവായിട്ട് വന്നിരിക്കുന്നു. അമ്മയ്ക്ക് എല്ലാരും മഞ്ജു കഴിച്ചു, എല്ലാരും കഴിച്ചു. വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ ഷുഗർ കട്ടില്ല, കുറച്ചേരം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ കട്ട് ചെയ്യണ്ട. ശിവേട്ടന് ഓരോ തുണ്ടം കൊടുക്കുക. നിനക്ക് പിന്നെ നിന്റെ ബോഡിക്ക് മധുരം ഒന്നും എഫക്ട് ചെയ്യില്ല ജീവ. ഷുഗർ കട്ടും വേണ്ട, അങ്ങനെയുള്ള ഒരു എഫക്റ്റും വേണ്ട. ഇതിങ്ങനെ വീർക്കണമെങ്കിൽ വീർത്തോളൂ അല്ലേ? എന്തായാലും രണ്ടും മസിലായിട്ട് തന്നെയല്ലേ വരുന്നുള്ളൂ. കുറയാണെങ്കിലും മസിലായിട്ട് വരും, നിൽക്കുകയാണെങ്കിലും മസിലായിട്ട് വരും. മഞ്ചിൽ ക്രഞ്ചാക്കി അമ്മ മഞ്ച് കഴിഞ്ഞ നമ്മടെ ഉറപ്പുണ്ട് കൊടുത്തതിന്. അമ്മ ഷുഗർ ഭയങ്കരമായിട്ട് കഴിക്കുന്ന കേട്ടോ നിങ്ങള്. ഭാഗ്യത്തിന് ഇനി ഷുഗർ വരാതിരിക്കട്ടെ. 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പയർ ഡേറ്റ് ആയ എന്നാ പിന്നെ നോക്കണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിച്ചു.
5 കഴിഞ്ഞു. പൊന്നു ഉറങ്ങണോ? പൊന്നു എന്താ പിന്നൊന്നും മിണ്ടാത്തത്? നിങ്ങളൊന്നും മിണ്ടുന്നില്ലേ? അയ്യാ ടിഷ്യൂ ബാക്കിലിരിക്കുന്നുണ്ട്. കഴിയരുത്. ബോക്സ് ഒരെണ്ണം എടുക്കണത് ബോക്സ് അറിയരുത്. അറിഞ്ഞില്ല. ഒരു 40 പകുതി കൊടുക്കണ്ടേ? അമ്മയ്ക്കും കൊടുക്കണ്ടല്ല. 5 കൊണ്ട് 5000 പേർക്ക് കൊടുക്കായിരുന്നു. ആയിക്കോട്ടെ. അതെ, കടയിലും വേണ്ട പല കാര്യങ്ങൾ ഇരിക്കണ്ടാവും. വീട്ടിക്ക് മാത്രമേ എത്തുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം ഇരിക്കും. ഞാന് ചോദിക്കുന്ന നേരത്ത് തണ്ണിമത്തൻ, പഴം, പിന്നെന്താണെന്ന് പേരക്ക, ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ക്രേവ് വരില്ലേ? അപ്പൊ കിടക്കുമ്പോ കിച്ചു തണ്ണിമത്തൻ കേട്ടോ വേണ്ട, പഴം ഇത് തത്തക്ക് കൊടുക്കണ പോലെ തത്തക്ക് മാത്രം പേരക്ക. ആ പേരക്ക തിന്ന് എനിക്ക് മടുത്ത്. വന്നന്ന് തൊട്ട് തുടങ്ങിയതാണ് ആ പേരക്ക ഉപ്പുമുളക് കൂട്ടിട്ട് കൊടുന്നേരണ്ടേ. പല രീതിയിലാണ് തണ്ണിമത്തം വന്നിരുന്നത്. ആദ്യം കിച്ച് ജ്യൂസ് അടിച്ചിട്ട് 2-3 ഗ്ലാസ് ഉച്ചക്കൊക്കെ ഇറക്കി. പിന്നെ ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ ഉച്ചക്ക് കിടന്ന് ഉറങ്ങാറില്ലാന്ന്. ഇപ്പൊ ഡെയിലി കിടന്നുറങ്ങും ഉച്ചക്ക്. രാവിലെ പണി കഴിഞ്ഞ് ഇന്ന് പിന്നെ ആരെ കിടന്നുറങ്ങി? ഞാൻ ഉച്ചക്ക് നോക്കണ നേരത്തെ ഒരാളുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടില്. പൊന്നു ഒരു സൈഡില്, ശിവനും കിച്ചു ഒരു റൂമിൽ കെട്ടി കിടന്നുറങ്ങി. പിന്നെ ഈ അവിടെ എന്ത് ചെയ്യായിരുന്നു? ആ കൊറച്ചേരം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയണ ശിവൻ തലയില് ഭയങ്കര പേനാന്ന്. അതെനിക്ക് ദുഷ്ടശക്തികളിൽ നിന്ന് കിട്ടിയത്. അതാ വേറെ ഏത് ദുഷ്ട പറഞ്ഞില്ല. ഇവന്റെ അല്ലെങ്കിലേ ഭയങ്കര ഉള്ളാക്കണ്ട. അത്ര ഉള്ള ആ ഉള്ളുള്ള മുടിയാണ് ഇനി ഹെൽത്തി മുടി. അപ്പൊ എന്റെയൊക്കെ മുടി എന്റെയൊക്കെ എന്ത് മുടിയ പൊന്നോ? ഇത് മുടിയുടെ ഹെൽത്ത് കാരണാവില്ല. അപ്പൊ തലയുടെ ഉള്ളിൽ കളിമണ്ണായിരിക്കും, അതിന്റെയാണ്. ആവാഹനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പേനുകളാണ് ഇതൊക്കെ. നമ്മുടെ ഫാമിലി ആരുടെയും ഇല്ല പേൻ. വേറെ എവിടെയോ മതില് കാണാൻ പോണ്ട്. പിടിക്കും നമ്മള്. ജെറുസലേം എത്തിയിട്ടില്ല അമ്മ. കുരിശ് ജെറുസലേമത്തെ അല്ല, ഇത് അയ്യൂര് പള്ളിയുടെ കുരിശാ. പിന്നെ ഏതാ? അതന്നെ ഞാൻ പറഞ്ഞ അയ്യൂര്. ഒന്നിറങ്ങിയത് നിങ്ങളാ, ഞങ്ങളൊന്നും ഇറങ്ങിയിട്ട് തന്നെ ഇല്ല. ഇനിയും ഉറങ്ങില്ല. എങ്ങനെയുണ്ട് ഇപ്പൊ? സമയം എന്തായി? 12:30. 12:15. ഇനി ഇന്ന കൂട്ടാണ്ട് പോയാലോ നമ്മ. ഞങ്ങൾ പഠിച്ച സ്കൂൾ മതിലേ. പണ്ട് എന്റെ സ്കൂളിന്റെ അവിടെ കുറെ നല്ല വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ നന്നായി. പണ്ട് നമ്മളൊക്കെ തലതിരിച്ച പിള്ളേരായി എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. വായിച്ചിട്ടെങ്കിലും നന്നാവെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ നോക്കുമ്പോ മൊത്തം വെള്ളടിച്ചു. അത് അമ്മയാണ് 10ാം ക്ലാസ്സിന്റെ കൂട്ടുകാരനായിട്ട് എന്റെ കുട്ടികളാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിലെ കുട്ടികളാന്ന് പറഞ്ഞിട്ടാണ് അമ്മ നടക്കുന്നത്.
അവരുടെ വീട്ടിലെന്തൊക്കെയോ അവരുടെ വീട്ടിലങ്ങനെയാ. ഈ പൈസ ഒക്കെ വല്ല പാവങ്ങൾക്കും കൊടുത്തിരുന്നെങ്കിൽ ഒരു നേരം അവർ കണ്ടുപിടിച്ച് കളയില്ലേ. അഹങ്കാരമാണ്, അഹങ്കാരികൾ എന്ന് പറയും. എനിക്കൊന്നും വേണ്ട, എല്ലാം കൂടിയിട്ട് അതങ്ങനെ പോയിക്കഴിഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ തെക്കേപ്പുറത്തുള്ള ബെൻസ് ഞാൻ കത്തിക്കും. ഏതോടി? ഈ ഓടിയിട്ടുള്ള ഓടി അല്ല, മറ്റേല് ഹാഷിൽ പറയില്ലേ, നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇമ്പോർട്ട് ചെയ്യാനുള്ള മെഴ്സിഡസ് ബെൻസ് ഞങ്ങൾ പൊട്ടിച്ച് കളയും. എന്താ കഴിച്ചോട്ടാ, കിടക്കാൻ പോവാണ്. പൊന്നോ, വീഡിയോസ് കാണാം. പണിയൊന്നും ഇല്ല അല്ലേ? അവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ 11 മണിയാകുമ്പോഴേക്കും തുടങ്ങും. പൊന്നു, ഞാൻ പോവാ, ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടിരിക്കും. 11 മണിയാകുമ്പോ തുടങ്ങും ഉറങ്ങണം പറയാൻ. പക്ഷെ ഉറങ്ങാറില്ല. ഈ പറയാറില്ലേ? ശിവന്ന് വിസിബിലിറ്റി ഒക്കെ സീന്. ഡബിൾ ബൈസെപ്സ്, ഫ്രണ്ട് ഡബിൾ ബൈസെപ്സ്. അപ്പൊ എന്നാ ശരി, നാളെ കാണാം വേറെ വീഡിയോയുമായി. ബൈ ഗൈസ്, ബൈ പറയാ, ബൈ.